ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ വിചാരണ തുടങ്ങി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രതിയായ സന്ദീപിനെ ഒന്നാം സാക്ഷി ഡോക്ടർ മുഹമ്മദ് ഷിബിൻ തിരിച്ചറിഞ്ഞു. ഒരടിയോളം വലിപ്പമുള്ള സ്റ്റീൽ നിറത്തിലുള്ള കത്രിക ഉപയോഗിച്ച് കൊല്ലുമെന്ന് ആക്രോശിച്ച് ഡോക്ടർ വന്ദനയുടെ പുറത്തും തലയിലും കുത്തിയെന്ന് ഒന്നാം സാക്ഷി കോടതിയിൽ മൊഴി നൽകി. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ ഡോക്ടർ നൽകിയിരിക്കുന്നത്. ഇന്ന് മറ്റാരേക്ക് വിസ്തരിക്കുന്നുണ്ട്? പ്രവിത, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം സാക്ഷി മാത്രമാണ് ഇത് വിസ്തരിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഷിബിൻ ഈ കേസിലെ ഒന്നാം സാക്ഷിയാണ്. വന്ദനയ്ക്കൊപ്പം ആ സമയം കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കൂടിയാണ്. അതുകൊണ്ടാണ് ഷിബിന്റെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇതിൽ ഷിബിൻ നൽകിയിരിക്കുന്ന മൊഴി ഈ പ്രതിയെ പൂർണ്ണമായും തിരികെ അറിയാൻ കഴിയുന്നുണ്ട്. ഈ പ്രതിയെ ഷിബിൻ തിരിച്ചറിയുകയും ചെയ്തു. വന്ദനയെ കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് കയ്യിൽ കരുതിയിരുന്ന സ്റ്റീൽ നിറത്തിലുള്ള കത്രി ഉപയോഗിച്ച് വന്ദനയെ കുത്തുന്നത്. അത് താൻ കണ്ടുവെന്നും ഈ ഒന്നാം സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് നിലവിൽ കോടതിക്കുള്ളിൽ നടന്നത്. അതേസമയം കോടതി ഈ സാക്ഷിയെ വിസ്തരിക്കുന്നതിനൊപ്പം ക്ലോസ് വിസ്താരത്തിന് കൂടി അനുമതി നൽകണമെന്ന ആവശ്യം നിലവിൽ പ്രതിഭാഗം മുന്നോട്ട് വെച്ചു. പക്ഷേ അത് കോടതി പരിഗണിക്കുന്നില്ല. സാക്ഷിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മറ്റൊരു ആരോപണം. എന്തായാലും ഈ വിഷയത്തിലടക്കം കോടതി പിന്നീട് പരിഗണിക്കാം എന്നാണ് നിലവിലെടുത്തിരിക്കുന്ന നിലപാട്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ മൊഴിയാണ് ഡോക്ടർ, അതും പ്രധാന സാക്ഷിയാണ് ഡോക്ടർ. മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ജോലി ചെയ്തിരുന്ന ഡോക്ടറായിരുന്നു. ആ രാത്രി എന്താണ് സംഭവിച്ചത് എന്നാണ് ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിലിപ്പോൾ സാക്ഷി വിസ്താരം ഇനിയും ഉണ്ടാകും. കൂടുതൽ പേരെ വിസ്തരിക്കേണ്ട സാഹചര്യമുണ്ട്.